സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുരൂഹതകളെല്ലാം മാറി നന്ദനാണെങ്കിൽ തിരിച്ചു വരുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഋഷിയാണെങ്കിൽ ആ ഗുണ്ടകളെ ചവിട്ടിയിട്ടിട്ട് രക്ഷപ്പെട്ടു പോകാനായിട്ട് പോകുന്നുണ്ടെങ്കിലും താഴെയുള്ള ഗുണ്ടകളെല്ലാം ചേർന്ന് ഋഷിയെ പിടികൂടുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ പ്രകാശ് മേനോൻ വന്നിട്ട് ഋഷിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണോ ഇല്ലടാ, നിനക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം ഋഷിയാണെങ്കിൽ ഒന്നും മിണ്ടണില്ല. അന്നേരം പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, ഞാൻ പ്രകാശ് മേനോനാ. ആ സമയത്ത് ആ ഗുണ്ടകളാണ് ഈ ഋഷിയെ നല്ലോണം തല്ലുന്നുണ്ട്. എന്നിട്ട് പ്രകാശ് മേനോൻ ആ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇവനെ റൂമിൽ കൊണ്ടുപോയിട്ട് അടയ്ക്കാൻ. അങ്ങനെ ഗുണ്ടകൾ ഋഷിയെ പിടിച്ചുകൊണ്ട് മേളിലേക്ക് വരുമ്പം മറ്റൊരു ഗുണ്ടേനെ ഈ റൂമിലിട്ട് വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ടാണല്ലോ ഋഷി പോയേക്കണേ. അങ്ങനെ ആ ഗുണ്ടയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇടുന്ന് കരയുണ്ട്, തുറക്കെന്നും പറഞ്ഞ് വന്ന ഗുണ്ടകൾ ആ ഡോറ് തുറന്നതും ഋഷീനെ കൊണ്ട് മറ്റേ ഗുണ്ടകൾ അകത്തേക്ക് കയറിയതും അവിടെ ഋഷി ചവിട്ടിയിട്ട് ആ ഗുണ്ട എഴുന്നേറ്റിട്ട് ഋഷിക്കിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഋഷിയുടെ അഹങ്കാരം ഒന്നും മാറണില്ല. ഋഷിയാണെങ്കിൽ അവരെ എതിർത്തുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടേക്കണേ, എന്നെ വിടടാന്നൊക്കെ പറഞ്ഞു. അന്നേരം ഈ ഗുണ്ടകൾ പറയുന്നുണ്ട്, നിനക്ക് എന്താ ദേഷ്യം വരുന്നുണ്ടോ എന്ന് ചോദിച്ച് വീണ്ടും ഋഷിയെ തല്ലുന്നുണ്ട്. അങ്ങനെ ഇവർ കുറേ തല്ല് കഴിഞ്ഞതും പ്രകാശ് മേനോൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു കൊടുത്തിട്ടേക്കണേന്ന് ചോദിക്കുമ്പം അതൊക്കെ പറയാം, എന്തായാലും നീ ഇപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കുക, ഇനിയിപ്പം നിന്നെ ഞങ്ങൾ ഇവിടെ ഇട്ട് കൊന്നാലും പ്രശ്നമൊന്നുമില്ല, നീ നേരത്തെ തന്നെ കൊല്ലപ്പെട്ടവനാ, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ കൊന്നു കളഞ്ഞാലും ആ കുറ്റവും നന്ദൻ്റെ തലയിലേ വരുള്ളൂ, ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ സമയത്ത് ഋഷിക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. ഋഷിക്കപ്പോൾ ഇവർ കൊല്ലുമോ എന്നുള്ള പേടി കൊണ്ട് ഋഷി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊല്ലാൻ പോവാണെന്ന് ചോദിക്കുമ്പം വേണ്ടി വന്നാൽ നിന്നെ കൊല്ലാനും ഞങ്ങൾക്ക് മടി ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. എന്തായാലും നിന്നെ കൊന്നെന്നും പറഞ്ഞാണല്ലോ ചന്ദ്രോത്തുള്ളവരെയും നന്ദനെയും നീ കുറേ നാളുകളായിട്ട് പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കണേ. നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം നിൻ്റെ അമ്മയ്ക്കും കുറച്ച് പേർക്ക് മാത്രമല്ല അറിയാവുള്ളൂ, അതുകൊണ്ട് നീ ചത്താലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഋഷി പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്, നിങ്ങൾക്ക് എന്താ വേണ്ടേ, പണമാണോ വേണ്ടേ, അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയോട് പറഞ്ഞാൽ എത്ര പണം വേണമെങ്കിലും നിങ്ങൾക്ക് തരുമെന്ന് പറയുമ്പം എനിക്ക് പണമൊന്നും അല്ല ആവശ്യമുള്ളത്, വേറെ കുറച്ച് കാര്യങ്ങളാണ് വേണ്ടത്, അത് നീ ഞങ്ങൾക്ക് ചെയ്ത് തന്നാൽ നിനക്കൊരു കുഴപ്പവും കൂടാതെ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ശാരിക വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി അമ്മ പറഞ്ഞത് ചേച്ചിക്ക് വിഷമമായോ എന്ന് ചോദിക്കുമ്പം ഇല്ല ശാരി, എനിക്കൊരു വിഷമവുമില്ല, എപ്പോഴും ഇത് തന്നെയല്ലേ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രോത്ത് ചെല്ലുമ്പം അവിടെ നന്ദുവിൻ്റെ അമ്മ എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അതുമാത്രമല്ല രജനി ചേച്ചി എപ്പോൾ കണ്ടാലും ഞാൻ നാശം പിടിച്ചതാണെന്നാണ് പറയാറ്. ആ സമയത്ത് ശാരി പറയുന്നുണ്ട്, എത്ര പെട്ടെന്നല്ലേ ചേച്ചി ആളുകളുടെ സ്വഭാവം മാറണേ, ഇത്രയും നാളും ദേവിക മോളെന്ന് തികച്ചു വിളിക്കൂലാതിരുന്ന പ്രഭയാൻറ്റി വരെ ചേച്ചിയെ തള്ളി പറയുമല്ലേ, അവർക്ക് അവരുടെ സ്വന്തം മോനാ വലുത്. എന്തായാലും എനിക്കിപ്പോൾ തോന്നണത് നന്ദേട്ടനെ കാണാതായത് നന്നായുള്ളൂ എന്നാ. അതെന്താ ശരി നീ അങ്ങനെ പറയണത്, നന്ദുവിനെ കാണാതായതുകൊണ്ട് ഞാനും ചന്ദ്രോത്തുള്ളവരും എത്ര വിഷമിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയില്ലേന്ന് ചോദിക്കുമ്പം അതൊക്കെ നേരാ ചേച്ചി, എന്തായാലും അധികം വൈകാതെ തന്നെ നമുക്ക് നന്ദേട്ടനെ കണ്ടുപിടിക്കാൻ ചേച്ചി സമാധാനപ്പെട്, അച്ഛനും അമ്മയും പ്രഭയാൻറ്റിയും പറയണതൊന്നും ചേച്ചി കണക്കിലെടുക്കണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. ഇന്നാണെങ്കിൽ ഞങ്ങൾ സി എമ്മിനെ കാണാൻ പോയിട്ട് മന്ത്രി സി എമ്മിനെ കാണാൻ അനുവദിച്ചില്ല. അന്നേരം ശാരിക ചോദിക്കുന്നുണ്ട്, അതെന്താ ചേച്ചി മന്ത്രി അനുവദിക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, അന്ന് ഞാൻ പ്ലാന്റിന് അനുമതി കൊടുത്തില്ലേ, അത് സി എമ്മിൻ്റെയൊക്കെ അനുമതി ഇല്ലാതെയല്ല ഞാനത് ചെയ്തത്, അതോടുകൂടി സി എമ്മിന് എന്നോട് ദേഷ്യം, അതുപോലെ തന്നെ ആ മന്ത്രിക്കും എന്നോട് ആ കാര്യത്തിൽ വിരോധമുണ്ട്, അത് വേറെ ഒന്നും ആയിരിക്കില്ല, ആ പ്ലാന്റിന് അനുമതി കൊടുത്താൽ മന്ത്രിക്ക് കുറേ പൈസയൊക്കെ കിട്ടുമായിരുന്നായിരിക്കും, ചേച്ചി അവരോട് ചോദിക്കാതെ കൊടുത്തുകൊണ്ട് അവർക്കൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവർക്ക് ചേച്ചിയോട് ദേഷ്യം എന്ന് പറയുമ്പം അത് ശരിയാ ശാരി, അന്ന് ആ പ്ലാന്റിന് അനുമതി കൊടുക്കാൻ പറഞ്ഞ് മിനിസ്റ്റർ എൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഒരുപാട് സമ്മർദ്ദം നടത്തിയതാണ്, പക്ഷെ ഞങ്ങളന്ന് വഴങ്ങിയില്ല, പിന്നീട് നന്ദുവും അമ്മയും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാനത് സമ്മതിച്ചത്, അതിപ്പോൾ എനിക്ക് തന്നെ വിനയായി മാറിയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഈ ഋഷിയെ എവിടെ പോയി അന്വേഷിക്കുമെന്ന് അറിയാതെ ഇങ്ങനെ ആകെ നട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം സി പി വരുന്നുണ്ട്. സി പിയെ കണ്ടതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്തായി സി പി, ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പം ഇല്ലല്ലോ മേഡം, ഒരു വിവരവും കിട്ടിയില്ല. ഋഷിമോൻ ഇനി സ്വയം എവിടെയെങ്കിലും മാറി നിൽക്കണയാണോ എന്ന് ചോദിക്കുമ്പം അവനങ്ങനെ മാറി നിൽക്കാനൊന്നും സാധ്യതയില്ല, ആദ്യം അവനക്ക് ഇവിടുന്ന് പോകാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നെങ്കിലും പിന്നീട് ഞാൻ നിർബന്ധിച്ച് കഴിഞ്ഞപ്പം അവൻ സന്തോഷത്തോടു കൂടിയാണ് പോകാൻ സമ്മതിച്ചത്. അത് മാത്രമല്ല 2 ആഴ്ച കഴിഞ്ഞാൽ ഞാനും അങ്ങോട്ട് ചെല്ലാമെന്ന് അവന് വാക്ക് കൊടുത്തായിരുന്നേ, അതുകൊണ്ട് തന്നെ ഋഷി സ്വയം മാറി നിൽക്കുകയൊന്നുമില്ല സി പി. ഇനി ആ ഇസബെല്ലയും കെവിനും തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ സി പി പറയുന്നുണ്ട്, ഒന്നും അറിയില്ലല്ലോ മേഡം, ഇസബെല്ലേനെയും കെവിനെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല, കാരണം അവർ ചതിക്കണ കൂട്ടത്തില്ല. എന്തായാലും നന്ദൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി നിന്ന് നന്ദൻ ഋഷിയെ കൊന്നു വരുത്തി തീർത്ത് അവർ ആ പ്ലാന്റിന് അനുമതി വാങ്ങിയെടുത്തതാണ്. അതുപോലെ ഋഷിയെ വെച്ച് മേഡത്തിനോട് വില പേശാനായിരിക്കുമെന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അവരെൻ്റെ ശരിക്കുള്ള സ്വഭാവം കാണും,
എൻ്റെ മകനെ കാണാതായതിന് പിന്നിൽ അവരാണെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ അവരെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. എന്തായാലും സി പിയുടെ ഒരു കണ്ണെപ്പോഴും ഇസബല്ലയുടെയും കെവിൻ്റെയും നേരെ വേണം. ആ സമയത്ത് സി പി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഋഷിയെ തട്ടിക്കൊണ്ടുപോയത് ചന്ദ്രോത്തുകാരെങ്ങാനും ആയിരിക്കുമോ മേഡം എന്ന് ചോദിക്കുമ്പം, ഇല്ല സി പി, ചന്ദ്രോത്തുകാരൊന്നുമല്ല, നന്ദനെ കാണാതെ തന്നെ അവരാകെ വിഷമിച്ച് നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവരെങ്ങനെയാണ് ഋഷിയെ തട്ടിക്കൊണ്ടു പോണേ. അങ്ങനെ അവരുടെ കയ്യിൽ ഋഷിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലോ കോടതിയിലോ ഹാജരാക്കുകയല്ലേ ഉള്ളൂ. ഋഷിയെ നന്ദൻ കൊന്നു എന്നുള്ള വിശ്വാസത്തിലല്ലേ അവരിയ്ക്കണേ, അതുകൊണ്ട് അവരായിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്ന്. അന്നേരം സി പി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ചന്ദ്രോത്തുള്ളവരെയും ഇസബല്ലേനെയും കെവിനെയും സംശയിക്കാൻ പറ്റിയ വേറെ ആരെങ്കിലും ഉണ്ടോ മേഡം എന്ന് ചോദിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് പറയത്തക്ക ശത്രുക്കളൊന്നുമില്ല. ആകെ ശത്രുത ഉണ്ടായിരുന്നത് ആ പ്രഭാവതിയും നന്ദനുമായിട്ടാണ്. അവരൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ നിന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കെവിനെയാണ്. കെവിനാണെങ്കിൽ ബെല്ലയോട് ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും ബെല്ല, നന്ദനെയും ഋഷിയെയും കാണാനില്ല, ഇനി നമ്മളുടെ നേരെ ശത്രുക്കൾ തിരിയുമെന്ന് ചോദിക്കുമ്പം ഒന്നും പറയാൻ പറ്റില്ല കെവിൻ, എന്തായാലും ശത്രു പ്രബലന, നമ്മളറിയാത്ത ഏതോ ഒരാളാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത്, അതാരാന്ന് കണ്ടുപിടിക്കണം, അതിന് നമ്മളെയും കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തായാലും പാപ്പനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ പാപ്പൻ്റെ അന്വേഷണത്തിലും ആരാ ശത്രു എന്ന് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ ശത്രു നമ്മുടെ നേരെ തിരിയണതിന് മുമ്പായിട്ട് നന്ദനെയോ ഋഷിയോ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കണം. അതുമാത്രമല്ല അരുന്ധതി മേഡം നിസ്സാരക്കാരിയൊന്നുമല്ല, അവർക്ക് ദേഷ്യം കയറിയാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്നും പറയാൻ പറ്റില്ല, നമ്മളെ കൊന്നു കളയാനും അവർ മടിക്കൂല. അന്നേരം കെവിൻ പറയുന്നുണ്ട്, അത് ബെല്ല പറഞ്ഞത് നേരാ, അവരെ നമ്മളൊന്ന് സൂക്ഷിക്കണം, അവർക്ക് ആകെ ഉള്ള ഒരു മകനാ, എന്തായാലും ഋഷിക്കും നന്ദനും ഒരാപത്തും വരാതെ തിരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കെവിൻ പറയുന്ന സമയത്ത് ബെല്ല പറയുന്നുണ്ട്, കെവിന് എനിക്കൊരു സംശയമുണ്ട്, ഇനിയിപ്പോൾ നന്ദനും ഋഷിയും കൊല്ലപ്പെട്ട് കാണുമെന്ന്. അത് കേട്ടതും കെവിനാണെങ്കിൽ, എന്താ ബെല്ല നീ പറയണേ, നന്ദനും ഋഷിയും മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെടും ബെല്ല എന്ന് പറയുന്നത്. അന്നേരം ബെല്ല ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് കെവിനെ നമ്മൾ പെടണത്, നമ്മളല്ലല്ലോ അവരെ കൊന്നേക്കണേന്ന് പറയുമ്പം, അതല്ല ബെല്ല, നമ്മളല്ലേ ഈ നന്ദൻ ഋഷിയെ കൊന്നു എന്ന് എല്ലാവരോടും പറഞ്ഞത്, അങ്ങനെയുള്ള ഋഷി ഇപ്പം മരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ വിനയാവൂലേന്ന്. അന്നേരം ഇസബല്ല പറയുന്നുണ്ട്, എന്തായാലും അന്ന് അരുന്ധതി മേഡം പറഞ്ഞതാ എല്ലാ സത്യങ്ങളും ദേവികയോട് തുറന്നു പറയാമെന്ന്, അന്നത് സംഭവിച്ചിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു, എല്ലാം നല്ലതായിട്ട് തീർന്നേനേന്ന്. പിന്നീട് കാണിക്കുന്നത് നന്ദനെയാണ്. നന്ദനോട് ആ ഗുണ്ടകൾ ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ, എനിക്ക് ഫുഡൊന്നും വേണ്ട, എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതി എന്നും പറഞ്ഞ് ഒരേ വാശിക്ക് നിൽക്കുകയാണ്. ആ സമയത്ത് പ്രകാശ് മേനോൻ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രകാശ് മേനോൻ വന്നിട്ട് പറയുന്നുണ്ട്, നന്ദ നീ ഫുഡ് കഴിക്കുക, എന്നിട്ട് നമുക്ക് കുറച്ച് മന്ത്രങ്ങളൊക്കെ നടത്തണം, എന്തായാലും ആ ഋഷിയുടെ പ്രേതം നിന്നെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ കുറച്ച് മന്ത്രമൊക്കെ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് ചെയ്തോളാം, നീ എന്നെ ഒന്ന് അഴിച്ചു വിടാൻ പറയാന്ന്. അങ്ങനെ പ്രകാശ് പറയുന്നുണ്ട്, നിന്നെ അങ്ങനെ സ്വതന്ത്രമായിട്ട് വിടാനല്ലോ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊടുന്നത്, നിന്നെ ഞാൻ കൊടുന്നതിന് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം സാധിച്ചിട്ടേ നിന്നെ ഞാൻ തിരിച്ചു വിടുകയുള്ളൂ. അന്നേരം നന്ദൻ ചോദിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് നിനക്ക് എന്ത് നേടാനാന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട്, അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം, തൽക്കാലം നീ ഒന്നും മിണ്ടാതെ ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഇവന്മാരുടെ തനി സ്വഭാവം എടുക്കൂട്ടുമെന്ന്. ആ സമയത്ത് ഗുണ്ടകളാണെങ്കിൽ ഇവനെ തല്ലൂ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് നന്ദനാണെങ്കിൽ പ്രകാശിനോട് കുറേ പ്രാവശ്യം പറയുന്നുണ്ട്, എനിക്ക് അമ്മയെ വിളിക്കാൻ ആ ഫോണെങ്കിലും ഒന്ന് താന്ന് പറയുമ്പം പ്രകാശൻ പറയുന്നുണ്ട്, തൽക്കാലം നീ ആരെയും വിളിക്കണ്ട, 2 ദിവസം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ആ സമയത്ത് പ്രകാശൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്തുകൊണ്ട് പ്രകാശ് പുറത്തേക്ക് ഇറങ്ങിയതും നന്ദനാണെങ്കിൽ ഈ പ്രകാശൻ എന്താ സംസാരിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നീങ്ങി വന്ന സമയത്ത് പ്രകാശൻ ആരോട് പറയുന്നുണ്ട്, ഇന്നത്തോടുകൂടി ഇവൻ്റെ കഥ കഴിക്കണമെന്ന്. അത് കേട്ടതും നന്ദന് മനസ്സിലാവുന്നുണ്ട്, ഈ പ്രകാശൻ എന്നെ കൊല്ലാനാ കൊണ്ടേക്കണേ, അല്ലാതെ എന്നെ രക്ഷപ്പെടുത്താനൊന്നുമല്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നന്ദൻ അത് കേൾക്കാത്ത ഭാവത്തിൽ തന്നെ അവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനിയാണെങ്കിൽ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് രജനിയുടെ വീടിൻ്റെ തിണ്ണയിൽ ആരും ഇങ്ങനെ കിടക്കണ പോലെ തോന്നുന്നുണ്ട്. പുതപ്പൊക്കെ മൂടി പൊതിച്ച് കിടക്കുന്നതുകൊണ്ട് രജനിക്ക് അത് ആരാന്ന് മനസ്സിലാവണില്ല. വേഗം തന്നെ ഇത് വലിയ കള്ളനാണോ എന്നോർത്ത് രജനി പേടിച്ച് ഗിരി ഗിരി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. ഗിരി വിളി കേൾക്കാത്തതുകൊണ്ട് തന്നെ രജനിയാണെങ്കിൽ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഗിരിനെ വീണ്ടും വിളിക്കുമ്പോൾ ഗിരി ചോദിക്കുന്നുണ്ട്, എന്താ രജനി, എന്തിനാ നീ ഇങ്ങനെ ബഹളം വെക്കണേന്ന് ചോദിക്കുമ്പോൾ അത് ഗിരി നമ്മുടെ ഇറയത്ത് ആരോ ഒരാൾ പുതച്ചു മൂടി കിടക്കുന്നുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, ആരാ ഈ രാവിലെ തന്നെ നമ്മളുടെ ഇറയത്ത് വന്ന് കിടക്കണേ, ഏതെങ്കിലും കള്ളന്മാരായിരിക്കുമോ, നീ വന്നേ നമുക്ക് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഗിരി രജനിയും കൂടെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ കള്ളനിനി ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തെങ്കിലോ എന്നും പറഞ്ഞ് ഗിരിയാണെങ്കിൽ ഒരു വടിയൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് നിൽക്കണത്. ആ സമയത്ത് ഈ കിടക്കണ ആൾ പതിയെ ഒന്ന് നിവരുന്നുണ്ട്. അന്നേരം മുഖത്ത് കിടക്കണ പുതപ്പ് മാറിയതും രജനി നോക്കുമ്പം അത് നന്ദനാന്ന് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് നന്ദാന്നും പറഞ്ഞുകൊണ്ട് രജനി ഓടണേണ്ടതും ഗിരിയാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഈ രജനി നന്ദൻ്റെ അടുത്ത് നിന്നിട്ട് നന്ദാന്ന് പറഞ്ഞ് വിളിച്ചതും ഗിരി, എന്താ രജനി നീ എന്താ ഈ പറയണേന്ന് ചോദിക്കുമ്പം, നോക്ക് ഗിരി, ഇത് നമ്മുടെ നന്ദന ഈ കിടക്കണേന്നും പറഞ്ഞുകൊണ്ട്
രജനി ഒച്ചയിട്ട് പറഞ്ഞതും ഗിരി ചെന്ന് നോക്കുമ്പം നന്ദൻ തന്നെയാണ്. നന്ദനാണെങ്കിൽ ബോധമില്ല, അബോധാവസ്ഥയിലാണ് ഇങ്ങനെ കിടക്കണേ. ആ സമയത്ത് ഗിരിയും നന്ദാന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും നന്ദന് ബോധം തെളിയുന്നില്ല. വേഗം തന്നെ ഗിരിയുടെ അമ്മായി സൗണ്ടൊക്കെ കേട്ട് അങ്ങോട്ട് വന്നിട്ട് എന്താ ഗിരി എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എന്തേ അമ്മേ നന്ദൻ ഇവിടെ കിടക്കണു എന്ന് പറയണു. അന്നേരം ഗിരിയുടെ അമ്മ പറയുന്നുണ്ട് നന്ദൻ ഇവിടെ നിന്നാണ് ഇപ്പോൾ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല അമ്മേ, തൽക്കാലം നന്ദന് ബോധമില്ല, അമ്മ ഇത്തിരി വെള്ളം എടുത്തുണ്ടാ ബോധം തെളിയുമെന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ ഗിരിയുടെ അമ്മ വേഗം തന്നെ വെള്ളമായിട്ട് വന്നതും ഗിരിയും രജനിയും കൂടെ ചേർന്ന് നന്ദൻ്റെ മുഖത്തേക്ക് വെള്ളം തളിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ കണ്ണു തുറന്നതും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. അന്നേരം ഗിരി പറയുന്നുണ്ട് നന്ദ ഇത് ഞങ്ങളാടാ, നീ പേടിക്കണ്ടെന്ന് പറയുമ്പോൾ ആ ഗിരീഷ് ഏട്ടനെ അറിഞ്ഞോ ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്നൊക്കെ ഈ നന്ദൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ രജനി പറയുന്നുണ്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ നീ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു, അപ്പോൾ നീ എങ്ങനെയാണ് ഇവിടെ വന്നേന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല ചേച്ചി, ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു നന്ദാന്ന് ചോദിക്കുമ്പം നന്ദനാണെങ്കിൽ ഞാൻ എല്ലാം പറയാം, എനിക്ക് ആദ്യം കുറച്ച് വെള്ളം വേണം കുടിക്കാമെന്ന് പറയണം. അങ്ങനെ ഗിരിയുടെ അമ്മ വീണ്ടും വെള്ളം എടുത്തുകൊണ്ട് നന്ദന് കൊടുത്തതും നന്ദന ആ വെള്ളം മുഴുക്കെ കുടിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ഗിരിയാണെങ്കിൽ സിദ്ധാർത്ഥനെയും ദേവികയൊക്കെ ഫോൺ ചെയ്ത് നന്ദൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കേട്ടതും നമ്മളുടെ ദേവികയാണെങ്കിൽ പോരാനിറങ്ങുമ്പം രാധിക ചോദിക്കുന്നുണ്ട് മോളെ നീ അത്യാവശ്യമായിട്ട് എവിടെ പോവാന്ന് ചോദിക്കുമ്പം അമ്മ എനിക്ക് ഗിരീഷ് ഏട്ടൻ്റെ വീട് വരെ ഒന്ന് പോകണമെന്ന് പറയണം. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട് എന്തിനാ മോളിപ്പോൾ അത്യാവശ്യമായിട്ട് ഗിരിയുടെ വീട്ടിൽ പോകണമെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പോയി വന്നിട്ട് പറയാം, എന്തായാലും എനിക്കിപ്പോൾ തന്നെ പോകണമെന്നും പറഞ്ഞ് ദേവിക പോകുന്നുണ്ട്. ഇതേ സമയം സിദ്ധാർത്ഥനാണെങ്കിൽ ഈ ഹരിയേട്ടനെ വിളിക്കുന്നുണ്ട്. ഹരിയേട്ടൻ ഫോൺ എടുത്തത് എന്താ സിദ്ധു എന്ന് ചോദിക്കുമ്പം ഹരിയേട്ട ഒരു കാര്യമുണ്ട്, നന്ദൻ ഗിരീഷിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. അത് കേട്ടതും ഹരിയേട്ടൻ ചോദിക്കുന്നുണ്ട് നന്ദൻ ഗിരീഷിൻ്റെ വീട്ടിലെത്തിയെന്നോ, സത്യമാണോ സിദ്ധു ഈ പറയണേന്ന് ചോദിക്കുമ്പം സത്യം തന്നെ ഇപ്പം എന്നെ ഗിരിയെ വിളിച്ച് പറഞ്ഞത്, എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുക, ഹരിയേട്ടനെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ദേവികയെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞോളാന്ന്. അങ്ങനെ സിദ്ധാർത്ഥനും ദേവികയും ഹരിയങ്കളും എല്ലാവരും കൂടി ഗിരീഷിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ദേവിക അകത്തേക്ക് കയറി വരുമ്പം നന്ദനാണെങ്കിൽ അവിടെ സെറ്റിയിലിരിക്കുന്നുണ്ട്. നന്ദു എവിടെയായിരുന്നു എന്ന് ദേവിക ചോദിച്ചതും ഈ നന്ദനാണെങ്കിൽ ഓടി വന്ന് ദേവിയെന്നും പറഞ്ഞുകൊണ്ട് ദേവികയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. അത് കണ്ടുകൊണ്ടാണ് നമ്മളുടെ സിദ്ധാർത്ഥനും ഹരിയങ്കളും അങ്ങോട്ട് വരുന്നത്. സിദ്ധാർത്ഥൻ വന്നതും ഗിരീഷിനോട് ചോദിക്കുന്നുണ്ട് നന്ദൻ എവിടെയായിരുന്നു എന്ന്. അന്നേരം ഗിരീഷ് പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല സാർ, എന്തായാലും നന്ദനോട് തന്നെ ചോദിക്കാമെന്ന്. ഈ സമയത്ത് നന്ദനാണെങ്കിൽ എല്ലാം പറയാനായിട്ട് തയ്യാറെടുക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.